എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്? 2025 ചോദിച്ച 10th പ്രിലിംസിന്റെ അപ് ടു 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോണത്. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. തുടർച്ചയായ 5 എണ്ണസംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? എങ്ങനെയാണ് ചെയ്യുക? അതായത് നമുക്ക് എന്താ തന്നിരിക്കണത്? 5 എണ്ണൽ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എണ്ണൽ സംഖ്യകൾ ഞാൻ എടുക്കണത് എക്സ് വെട്ടിക്കളയാനുള്ള പാകത്തിന് x+1 x+2 ഇവിടെ എടുത്തു. ഇവിടെ x-1 x-2 എന്ന് എടുത്തു. അപ്പൊ ഇങ്ങനെ 5 നമ്പേഴ്സ് എടുത്തു. x-2 x-1 x+1 x+2. കാരണം വെട്ടിക്കളയാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇനി ഇതിന്റെ തമ്മിൽ കൂട്ടിയാ എന്ത് കിട്ടും? 5x വരും അല്ലെ. 5x -2 +2 വെട്ടിപ്പോയി, -1 +1 വെട്ടിപ്പോയി. അപ്പൊ 5x ആണ് വരിക. 5x എന്ന് പറയുന്നത് 300 ആണെങ്കിൽ x എത്ര വരും? 300/5 അല്ലെ. അത് എത്രയാണ്? 60. പക്ഷെ എന്താ ചോദിച്ചിരിക്കുന്നത്? x അല്ല ചോദിച്ചിരിക്കുന്നത്, ഏറ്റവും വലിയ സംഖ്യ. ഏറ്റവും വലിയ സംഖ്യ നമ്മൾ ഏതായിട്ട് എടുത്തത്? x+2 ആയിട്ടാണ് എടുത്തത്. അപ്പൊ 60 + 2 എത്രയാണ്? 62. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ള ഭിന്നസംഖ്യ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? ഇതിൽ നോക്കൂ, ഛേദം ഒരേപോലെയാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ നമുക്ക് വെറുതെ കൂട്ടിയാൽ മതി. അതായത് 1 1 2. അപ്പൊ 2/2 എന്ന് പറയുന്നതാണ് 1 അല്ലെ. ഇനി 2/3 1/3 ഛേദം ഒരേപോലെയാണ്. അപ്പൊ അംശം കൂട്ടാം. 2 + 1 3. 3/3 എന്ന് പറയുന്നതും 1 ആണ്. ഇനി 5 4 അല്ലെ, ഛേദങ്ങള് ഒരേപോലെയാണ്. അപ്പൊ 5 4 9/11 എന്നാണ് വരിക. ഇത് ഒന്നല്ല. കാരണം 11/11 ആണ്. അംശവും ഛേദവും ഒരേ സംഖ്യ വന്നാലാണ് അതിനെ 1 എന്ന് എഴുതാൻ പറ്റുക, 1 എന്ന് എഴുതാൻ പറ്റുക. അപ്പൊ ഇവിടെ നോക്കൂ, 7 8 15 15/15 എന്ന് വന്നു, അതും 1 ആണ്. അപ്പൊ ഏതാണ് അല്ലാത്തത്? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടായിരുന്നു? അതായത് ടാങ്കിന്റെ കപ്പാസിറ്റി 36 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ, അതായത് എക്സ് ലിറ്റർ വെള്ളമുണ്ട് എന്ന് വിചാരിക്കുക ടാങ്കില്. അതിലേക്ക് 20 ലിറ്ററും കൂടി ഒഴിച്ചു. അപ്പൊ എന്തുണ്ടായി? 3/4 ഭാഗം. 3/4 ഭാഗം ഏതിന്റെ? അതായത് 36 ലിറ്റർ കൊള്ളുന്ന ടാങ്കാണ്. അപ്പൊ 3/4 36ന്റെ അല്ലെ. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവിടെ എന്ത് തരം? 9 4 36 ആണ്. അപ്പൊ 9 3 9 27. ഇനി ഈ 20നെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും? -20 ആവും. അപ്പൊ എത്രയാണ്? 7. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 7 ലിറ്റർ. അപ്പൊ ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു? 7 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? ഇതില് 5 പറയുമ്പോ നമുക്ക് ഈവൺ നമ്പർ, അതായത് ഇരട്ട സംഖ്യയാണ് വെച്ചെങ്കിലാണ് അതൊരു പൂർണ്ണവർഗമാകുക. അതായത് ഇവിടെ 5³ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 5 × 5. ഇതിനെ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്താണ്? പൂർണ്ണവർഗമാവോ? ഇല്ല. ഒരു 5നെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു √5 ഉണ്ടാവും അല്ലെ. 5⁴ എന്ന് പറഞ്ഞാലോ? 5 × 5 × 5 × 5. ഇതിന്റെ റൂട്ട് എടുത്താലോ 2 പുറത്തേക്ക് വരും അല്ലെ. 5 × 5 എന്ന് വരും. അത് എത്രയാണ്? 25. അപ്പം ഏതാണ് പൂർണ്ണവർഗം? ബി എന്നുള്ളതാണ് പൂർണ്ണവർഗം. നെക്സ്റ്റ് നോക്കാം. ഇത് 5⁵5 വന്നാലും നമുക്കറിയാം ഒരു 5 പുറത്ത് വരാൻ പറ്റില്ല, √5 തന്നെ ആയിട്ട് ഇരിക്കണം. അപ്പൊ അതല്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഇതാവുമ്പോഴോ 5�7 ആവുമ്പോഴും ഒരു 5 പുറത്ത് വരില്ല. കാരണം ഈവൺ നമ്പേഴ്സ് ആണ് വെച്ചെങ്കിലാണ് നമുക്ക് 2 എണ്ണത്തിന്ന് ഒരെണ്ണം പുറത്തേക്ക് എടുക്കാൻ പറ്റുക റൂട്ട് കാണുമ്പോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും
1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി എത്ര രൂപയാകും? അതായത് 1 കിലോഗ്രാം ആപ്പിളിന് 150 എന്ന് പറഞ്ഞാൽ 3 കിലോഗ്രാമിന് എത്രയാവും? 150 ഇൻറ്റു 3 അല്ലെ? പ്ലസ് 4 കിലോഗ്രാം ഓറഞ്ച് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമിന് 60 രൂപ വെച്ച് 4 കിലോഗ്രാമിന് എത്ര വരും? 4 ഇൻറ്റു 60 അല്ലെ? അപ്പൊ എത്ര രൂപ വരും? 4 6 24. അപ്പൊ 240 വന്നു. ഇവിടെ എന്ത് വരും? 3 8 24 2 540. 540ഉം 240ഉം കൂടി കൂട്ടി എത്രയാണ്? 780. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? എങ്ങനെയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത അല്ലെ? അപ്പൊ 36 കിലോമീറ്റർ ആണ് സഞ്ചരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ മീറ്റർ പെർ സെക്കൻഡിനെ എന്താക്കാം? കിലോമീറ്റർ പെർ അവർ ആക്കാം. എങ്ങനെയാണ്? 20 ഇൻറ്റു 18/5 ചെയ്താൽ മതി. അപ്പോഴാണ് കിലോമീറ്റർ പെർ അവർ ആവുക. അപ്പൊ 5 ഇവിടെ 4 പ്രാവശ്യം അല്ലെ? 4 ടു 32 3 72 കിലോമീറ്റർ പെർ അവർ ആണ്. അതായത് ഒരു അവറില് എത്ര? 72 കിലോമീറ്റർ. അപ്പൊ ഒരു അവറില് 72 കിലോമീറ്റർ എന്ന് പറഞ്ഞാ 1 കിലോമീറ്ററിന് എത്ര വരും? 1/72 അവർ അല്ലെ? 1/72 അവർ. ഇനി 36 കിലോമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. 36 കിലോമീറ്റർ ആവുമ്പോ എന്താവും? 1/72 ഇൻറ്റു 36 കിലോമീറ്റർ അവർ അല്ലെ? അവർ ആണ്. അപ്പൊ 36 ഇവിടെ 2. അപ്പൊ 1/2 അവർ എന്ന് പറഞ്ഞത് അര അവർ. അര അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 മിനിറ്റ് അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. ഇനി നിങ്ങൾക്ക് ഈ അവറിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ അല്ലെ? 60 മിനിറ്റിന് 72 കിലോമീറ്റർ ആണ്. അപ്പൊ 1 കിലോമീറ്ററിന് എന്താണ്? 1 കിലോമീറ്ററിന് 60/72 മിനിറ്റ് അല്ലെ? ഇനി 60/72 ഇൻറ്റു 36 അല്ലെ? 36 കിലോമീറ്ററിന് എങ്ങനെയാണ്? 60/72 ഇൻറ്റു 36. അപ്പൊ ഇവിടെ 2 പോയി. 60/2 എത്ര വന്നു? 30 മിനിറ്റ് എന്ന് കിട്ടി. അര അവർ എന്ന് പറയുന്നത് തന്നെയാണ് ഈ 30 മിനിറ്റ്. എങ്ങാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ ഇങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1.25 എന്ന ദശാംശ സംഖ്യക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? 1.25 എന്ന് പറഞ്ഞാൽ എത്ര പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം അല്ലെ? അപ്പൊ 125 എത്രന്ന് എഴുതാം? 1 കഴിഞ്ഞ് 2 0 ഇടണം. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടോ അത്രയും 0 ആണ് 1 കഴിഞ്ഞിട്ട് ഇടേണ്ടത്. അപ്പൊ 125/100 വന്നു. ഇതില് 125/100 എന്നുള്ള ആൻസർ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 25 പോവും അല്ലെ? 25 4 100 അല്ലെ? ഇവിടെയും 25 പോവും. എത്രയാണ്? 5 പ്രാവശ്യം. അപ്പൊ 5/4 എന്നുള്ള ആൻസർ ഉണ്ട്. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? വിറ്റ വില തന്നുണ്ട് അല്ലെ? എത്ര രൂപയാണ്? 2070 രൂപയാണ്. എന്താ ഉണ്ടായത്? നഷ്ടമാണ് ഉണ്ടായത്. അപ്പൊ എക്സ് വാങ്ങിയ വിലയാണ് വെച്ചെങ്കിൽ അതിന്റെ എത്ര ശതമാനമാണ് കൊടുത്തുണ്ടാവുക? കിട്ടിണ്ടാവുക 90% കിട്ടിണ്ടാവുക. കാരണം 10% നഷ്ടമാണല്ലോ. അപ്പൊ എക്സിന്റെ 90% എന്ന് പറയുന്നത് 2070 ആണ്. അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 2070 ഇൻറ്റു 100/90 എന്ന് കിട്ടി അല്ലെ? ഇനി നമുക്ക് അവിടെ ഇരിക്കട്ടെ. എക്സ് നമുക്ക് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യണ്ട, കാരണം കുറെ വെട്ടിപ്പോവാനുണ്ട്, അതുകൊണ്ടാണ്. ഇനി എന്താ പറയണ? 5% ലാഭം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സിന്റെ 105% കിട്ടണം അല്ലെ? അപ്പൊ എക്സിന്റെ 105% എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് ഇൻറ്റു 105/100 അല്ലെ? 2070 ഇൻറ്റു 100/90 ഇൻറ്റു 105/100. അപ്പൊ ഇവിടത്തെ ഈ 100 വെട്ടിപ്പോയി. പിന്നെ എന്താണ്? ഇവിടെ ഒരു 0 വെട്ടിപ്പോയി. ഇവിടെ എന്താ വരിക? 29 18 39 27 അല്ലെ? അപ്പൊ 23 ഇൻറ്റു
105 എന്ന് വരും. അതല്ലേ എക്സ്? കാരണം ഇത് ഞാൻ അങ്ങോട്ട് എടുത്തു ട്ടാ. 105/100. അപ്പൊ എക്സ് മാത്രമായി ഇവിടെ. അപ്പൊ 105/100 എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് എന്തായി? 23 ഇൻറ്റു 105 ആയി. അപ്പൊ എങ്ങനെയാണ് 23 ഇൻറ്റു 105 വേഗത്തിൽ ചെയ്യാ? 105നെ 100 പ്ലസ് 5 എന്ന് എഴുതിയൂടെ? അപ്പൊ 23 ഇൻറ്റു 100 2300. പിന്നെ എന്താണ് 23 ഇൻറ്റു 5 3 5 15 1 ഈരഞ്ച് 10 1 11. അപ്പൊ 5 1 4 2 2415 രൂപ. അതായത് ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 196 ചതുരശ്ര മീറ്റർ പരപ്പളവ്, അതായത് വിസ്തീർണം ഉള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? എങ്ങനെയാണ് ഒരു വശം? അതായത് സമചതുരത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വശം ഇൻറ്റു വശമാണ്. അത് 196 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വശം കാണാൻ എന്ത് ചെയ്യണം? റൂട്ട് 196 കാണണം. റൂട്ട് 196 എത്രയാണ്? 14 ആണ്. 14 അറിയില്ല എങ്കിൽ എങ്ങനെ ചെയ്യാം? 196നെ എന്താക്കുക? അഭാജ്യ സംഖ്യകളുടെ എന്താക്കുക? ഗുണനഫലമാക്കുക. അതായത് ഇവിടെ നമുക്ക് എന്ത് വരും? 7 കൊണ്ട് ഇല്ല 7 പൂവും 2 പൂവും അല്ലെ? ആദ്യം 2 പൂവും. അപ്പൊ എത്രയാണ്? 9 2 18 അല്ലെ? 16 2 16. 98 ഇനി ഏത് പൂവും? 2 പൂവും അല്ലെ? 2 പൂവും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കണ്ടെച്ചെങ്കിൽ 49 വരും. ഇനി 7 7 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 196നെ എന്ത് എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 7 ഇൻറ്റു 7 എഴുതാം. ഇനി റൂട്ട് വരുമ്പോ ഇതിന്റെ റൂട്ട് എടുക്കണം അല്ലെ? അപ്പൊ 2 2ന്ന് ഒരു 2 പുറത്തേക്ക് വരും. 2 7ന്ന് ഒരു 7 പുറത്തേക്ക് വരും. അപ്പൊ 2 ഇൻറ്റു 7 14 ആണ് ആൻസർ എന്ന് കിട്ടി. നമ്മൾ പരമാവധി 20 വരെയുള്ളത് സ്ക്വയർ പഠിച്ചു വെക്കുകയാണ് കൂടുതൽ എളുപ്പം. അപ്പൊ വേഗത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 7 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അങ്ങനെ പറഞ്ഞ എന്താണ്? ഇതിന്റെ LCM കാണണം അല്ലെ? 5 7 14 എന്നതിന്റെ LCM കാണുമ്പോ ഇവിടെ 7ലും 14ലും 7 പോവും അല്ലെ? അപ്പൊ 5 ഇങ്ങനെ തന്നെ എഴുതുക. 7 1 2 പ്രാവശ്യം. അപ്പൊ ഇനി ഒന്നും പോവില്ല അല്ലെ? അപ്പൊ ഇതിനെ എല്ലാം ഗുണിച്ചെഴുതണം. 25 10 17 70. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. ഇനി എന്താ പറഞ്ഞിരിക്കണേ? ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? എങ്ങനെയാണ് ചെയ്യുക? അതായത് 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. ഷീലയുടെ വയസ്സ് എന്ന് പറയുന്നത് വൈ ആണെന്നും വിചാരിച്ചു. ഇനി എന്താ പറഞ്ഞ? 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താവും? x-5 ആവും അല്ലെ? ഷീലയുടെ വയസ്സ് വൈ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞ 3y. x-5 എന്ന് പറയുന്നത് 3y അല്ല, y-5 ആണ് അല്ലെ? അതായത് സാബുവിന്റെ വയസ്സ് 5 വർഷം മുമ്പാവുമ്പോ ഷീലയുടെ വയസ്സ് 5 വർഷം മുമ്പ് y-5 ആവും. അതിന്റെ 3 മടങ്ങാണ് ഈ സാബുവിന്റെ 5 വർഷം മുന്നേയുള്ള വയസ്സ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? x-5 ഈക്വൽ ടു 3 ഇൻറ്റു y-5. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ സാബുവിനെ എക്സ് എന്നല്ലേ വിചാരിച്ചത്? ഷീലയേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? 12 വയസ്സ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് y+12 എന്ന് കിട്ടി. ഇനി 2 ഇക്വേഷൻ കിട്ടിയ അപ്പൊ നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റും. ഷീലയുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വൈയില് നമുക്ക് നോക്കിയാൽ മതി അല്ലെ? അപ്പൊ ഇത് എങ്ങനെയാക്കാം? അതായത് എക്സ് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയ 3y ഈക്വൽ ടു -15 + 5 അല്ലെ? അപ്പൊ -10 അല്ലെ?
-10 അത് ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി. എക്സ് മൈനസ് 3y എന്ന് പറയുന്നത് 3y എന്ന് പറയുന്നത് എക്സ് -10 ആക്കി. ഇതെന്താണ്? എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 12 ആയി. അത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ് പറയാ? എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ക്യാൻസൽ ആയി അല്ലെ? -3y മൈനസ് ഓഫ് മൈനസ് വൈ, അതായത് പ്ലസ് വൈ. -3y പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും? -2y ഈക്വൽ ടു -10 -12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -22. അപ്പൊ y എത്രയാണ്? 22 -22 ബൈ -2, അതായത് 11. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക കോഡിൽ LOVE എന്നതിനെ NQXG എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് എന്താണ്? അതായത് L കഴിഞ്ഞ M ഇല്ല, പിന്നെ N ആണ് വന്നിരിക്കില്ല. O കഴിഞ്ഞ P ഇല്ല, Q. V കഴിഞ്ഞ W, X. E കഴിഞ്ഞ F ഇല്ല, G. അപ്പൊ ഓരോന്നും ഇല്ലാതെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ H കഴിഞ്ഞ I ഇല്ല, J. A കഴിഞ്ഞ B ഇല്ല, C. T കഴിഞ്ഞ U ഇല്ല, V. E കഴിഞ്ഞ F ഇല്ല, G. J, C, V, G. അതായത് D എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 - 1/2 ഇൻറ്റു 1/2 പ്ലസ് 1/2. ഇത് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ തെറ്റും. അപ്പോൾ ഇതിൽ ഡിവിഷൻ ഇല്ല, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. 1/2 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4. 1 മൈനസ് 1/4 പ്ലസ് 1/2. ഇനി ആദ്യം എന്ത് ചെയ്യണം? അഡീഷൻ ചെയ്യണം. 1 പ്ലസ് അര എന്ന് പറയുന്നത് 1.5. 1.5 മൈനസ് 1/4, അതായത് 1/4. 1.5 4 കുറച്ച് എന്താണ്? 1/4, അതായത് A. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ വിഷമ ഭിന്നാക്കുക. എങ്ങനെയാണ്? 2 2 2 1 3 3/2 മൈനസ് 1/4. അപ്പൊ ഇതിനെ 4 ആക്കണം അല്ലെ? അപ്പൊ ഇൻറ്റു 2 ചെയ്യണം, ഇതിനെയും ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ 6 മൈനസ് 1 എത്രയാണ്? 5. 5/4. 5/4നെ വീണ്ടും മിശ്ര ഭിന്നാക്കണം. അത് എത്രയാണ്? 1 ആൻഡ് 1/4. അപ്പൊ ആൻസർ കിട്ടി. ഇത് അതിനെക്കാട്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് 1.5 4 കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.25 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ A എന്നുള്ളത് ആൻസർ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ശ്രേണികളിൽ അടുത്തത് ഏത്? AZ BY CX DW ഡാഷ്. അതായത് ABCD. അപ്പൊ അടുത്തത് എന്ത് വരും? E വരും. Z, ഇനി പറകോട്ട് Y, X, W. അപ്പൊ എന്ത് വരും? V വരണം അല്ലെ? VW XYZ അങ്ങനെയല്ലേ വരിക? അപ്പൊ EV എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. എങ്ങനെ വരും അത്? ആദ്യം എന്ത് വരും? നിരീക്ഷിക്കുക അല്ലെ? ഫസ്റ്റത്തെ നിരീക്ഷിക്കുക. പിന്നെ എന്ത് വരിക? താരതമ്യം ചെയ്യുക. പിന്നെ എന്ത് വരും? പിന്നെയാണ് വർഗീകരിക്കുക. പിന്നെന്താണ്? വർഗീകരിച്ചു കഴിഞ്ഞാൽ അപഗ്രഥിക്കുക. അപഗ്രഥനം കഴിഞ്ഞാലാണ് നിഗമനം. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആരെ? ഇതിൽ നോക്കി നോക്കൂ. 63 മാത്രമാണ് എന്ത് സംഖ്യ? ഭാജ്യസംഖ്യ. അതായത് 63നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? ഇതെല്ലാം എന്താണ്? ഘടകങ്ങൾ എന്ന് പറയുന്നത് 1ഉം ആ സംഖ്യകളും മാത്രമായിരിക്കും. 1ഉം 71 മാത്രമാണ്. 1ഉം 73 മാത്രമാണ് എന്താന്ന് പറയുന്നത്? അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. 1ഉം 63ഉം കഴിഞ്ഞാൽ പിന്നെയും ഘടകങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതാണ് ഒറ്റയാൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. ഇത് മാത്രം ഭാജ്യസംഖ്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. അപ്പൊ ആകെ വരിയിൽ 50 കുട്ടികളാണ്. ഇനി മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത്. അപ്പൊ 16ാമത്തെ ആയിട്ട് രാഹുൽ നിൽക്കുന്നുണ്ട് മുന്നിൽ നിന്ന് എണ്ണുമ്പോ.
പിന്നിൽ നിന്നും എണ്ണുമ്പോൾ എന്താണ് ഫാത്തിമ എത്രാമതായി നിൽക്കുന്നുണ്ട്? 38മതായി നിൽക്കുന്നുണ്ട് ഫാത്തിമ. അപ്പൊ ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? അതായത് ഇവിടെയുള്ള കുട്ടികളുടെ എണ്ണമാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? ആകെ റാങ്കുകൾ എങ്ങനെയാണ്? 38ഉം 16ഉം കൂടി കൂട്ടിയ എത്രയാണ്? 54 അല്ലെ? 54. പക്ഷെ ആകെ വരിയിൽ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികളേ ഉള്ളൂ. 54 - 50 എന്ന് പറഞ്ഞാൽ 4. പക്ഷെ 4 കുട്ടികൾ ഉണ്ടാവുമോ? ഇല്ല. 2 ഇവിടെയും കൂടുതൽ പറഞ്ഞു, 2 ഇവിടെയും കൂടുതൽ പറഞ്ഞു. അങ്ങനെയല്ലേ നമുക്ക് ഈ റാങ്കിങ് പറയുന്നത്. അപ്പൊ 4 നമുക്ക് ഇവിടെ നമ്പർ കിട്ടിയാലും എത്ര കുട്ടികൾ ഉണ്ടാവും? അതിന്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. അപ്പൊ 2 കുട്ടികളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് വടക്ക്, ഇത് തെക്ക്. ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചാൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് വീട് എന്ന് വിചാരിക്കൂ. ഇവിടെ നിന്ന് 12 കിലോമീറ്റർ തെക്ക്, അതായത് ഇവിടേക്ക് 12 കിലോമീറ്റർ. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട്, അതായത് ഇങ്ങോട്ട് 7 കിലോമീറ്റർ. ഇനി എന്താ പറഞ്ഞേ? തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട്, അതായത് 4 കിലോമീറ്റർ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് സഞ്ചരിച്ചു അല്ലെ? 4 കിലോമീറ്റർ. ഇനി എന്താ ശേഷം? അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട്, അതായത് ഇങ്ങോട്ട് 7 കിലോമീറ്റർ. അപ്പൊ എവിടെ എത്തി? 7 കിലോമീറ്റർ ഇവിടെ എത്തി അല്ലെ? ഇനി ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം, ഇപ്പോൾ വീട്ടിൽ നിന്നും അയാളുടെ സ്ഥാനം എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം നമുക്ക് കണ്ടെത്തണം. അപ്പൊ ഇവിടം വരെ 12 പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 4 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 4 കൂടി കൂട്ടിയ 12ഉം 4ഉം 16. അപ്പൊ 16 കിലോമീറ്റർ ആണെന്ന് മനസ്സിലാക്കി. ഇനി ഏത് ഭാഗമാണ്? ഇവിടെ വടക്കാണ്, ഇവിടെ തെക്കാണ്. അപ്പൊ തെക്ക് ഭാഗത്താണ് ഉള്ളത് അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. അതായത് ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ് എന്ന് പറഞ്ഞാൽ എ ഡിയെക്കാട്ടും കുറവാണ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ അല്ലെ? ലെസ് ദാൻ എന്നുള്ള ചിഹ്നം ഉപയോഗിക്കാം. ഇനി എന്താണ്? ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും. അപ്പൊ ഇ എന്ന് പറയുന്നത് സിയേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ സി ആണ് കുറവ് അല്ലെ? ഇനി എന്താണ്? സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. അപ്പൊ ഇവിടെ ബി ആണ്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? സി ലെസ് ദാൻ, ഇ ലെസ് ദാൻ, ബി ലെസ് ദാൻ എ ഡി അല്ലെ? അപ്പൊ ഏതാണ് ഏറ്റവും കുറവുള്ളത്? ഏതാണ്? സി ആണ്. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ ബി സി 6, ബി സി ഡി 9 എങ്കിൽ സി ഡി ഇ, അതായത് ആൽഫബറ്റിന്റെ എത്രാമത്തെ ലെറ്റർ ആണെന്ന് നോക്കിയിട്ട് 1, 2, 3. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയ 6 ഇനി 2, 3, 4. അപ്പൊ എത്രയായി? 9 അല്ലെ? ഇനി എന്താണ്? 3, 4 എന്ത് വരും? 5 അല്ലെ? 5, 4, 9, 3, 12. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.